ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ. ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പക്കൽ ഒരുപാട് മിസൈൽസ് ഉണ്ട്, എന്നാൽ എത്ര മിസൈൽസ് ഉണ്ട്? ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, എത്ര ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്? എത്ര ക്രൂയിസ് മിസൈൽസ് ഉണ്ട്? ഇറാന്റെ മിസൈൽ ശേഖരം കണ്ട് അമേരിക്ക തന്നെ ഭയപ്പെടും. അതായത് നേരിട്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാനെ കൊണ്ട് ആക്രമിക്കാൻ കഴിയും എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത്. അങ്ങനെ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അമേരിക്കയെ തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഇറാന്റെ ആയുധപ്പുരയിൽ എത്ര മിസൈൽസ് ഉണ്ട്? സൗദി അറേബ്യ വേഴ്സസ് ഇറാൻ, ഇസ്രായേൽ വേഴ്സസ് ഇറാൻ, അമേരിക്ക വേഴ്സസ് ഇറാൻ, ഇതുപോലെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളെയും ഇറാൻ ശത്രുവാക്കുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇറാനെതിരെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ എന്ന ഒറ്റ രാജ്യത്തെ കൊണ്ട് ഈ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. പ്രധാനമായും അമേരിക്ക എന്തുകൊണ്ട് ഇറാന്റെ 3000 ബാലിസ്റ്റിക് മിസൈൽസിനെ കണ്ട് ഭയപ്പെടുന്നു? ഇതിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ആദ്യം ബാലിസ്റ്റിക് മിസൈൽസ് എന്താണെന്നറിയാം. ലോകത്തിൽ എത്രയോ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നു, എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളും, ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോഴും ബാലിസ്റ്റിക് മിസൈൽസ് ഉൽപ്പാദിപ്പിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ ബാലിസ്റ്റിക് മിസൈൽസിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അതിനാൽ ആദ്യം ബാലിസ്റ്റിക് മിസൈൽസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരു പന്തെറിയുമ്പോൾ അത് മാക്സിമം ദൂരെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിന് നേരെ ഹൊറിസോണ്ടലി എറിഞ്ഞാൽ പോരാ, ഇങ്ങനെ ചെരിച്ചെറിയണം. കാരണം നേരെ ഹൊറിസോണ്ടലി എറിഞ്ഞാൽ അധിക ദൂരം പോകുന്നതിന് മുൻപ് തന്നെ ആ പന്ത് താഴെ വീഴും. എന്നാൽ ചെരിച്ചെറിയുമ്പോൾ പന്ത് കൂടുതൽ ഉയരത്തിൽ പോകുന്നതുകൊണ്ട് താഴെ വീഴാനും കൂടുതൽ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ അത് ഒരുപാട് ദൂരം ഹൊറിസോണ്ടലി സഞ്ചരിക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ എറിയുന്ന ഒരു പന്ത് ഫോളോ ചെയ്യുന്ന പാത ഒരു പാരാബോളിക് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. മിക്കവാറും എല്ലാ പ്രൊജക്ടൈൽസും, അതായത് തോക്കിൽ നിന്നും ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് ആയാലും ഒരു പീരങ്കി ഷെല്ലായാലും അതൊക്കെ ഫോളോ ചെയ്യുന്നത് ഇതുപോലുള്ള പാരാബോളിക് പാതയായിരിക്കും. ഇത്തരം പാതകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ദൂരം കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഉയരവും കൂടും. അതായത് ഒരു പന്ത് കൂടുതൽ ദൂരത്തേക്ക് പോകാൻ നമ്മൾ കൂടുതൽ ശക്തിയായി എറിയുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ ഉയരത്തിലേക്കും പോകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നത് മൂലം കിട്ടുന്ന കൂടുതൽ സമയമാണ് അതിനെ കൂടുതൽ ദൂരത്തിലേക്ക് പോകാനും സഹായിക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈലും ഇതേ പാരാബോളിക് പാത തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു പന്ത് എറിയുമ്പോൾ അതിന് ഇനിഷ്യൽ സ്പീഡ് കൊടുക്കുന്നത് നമ്മുടെ കൈയാണ്. അതുപോലെ ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഇനിഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത് ഒരു റോക്കറ്റ് ആണ്. 1000 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഫയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 1000 കിലോമീറ്റർ എന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. എങ്കിലും തൽക്കാലം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഈ മിസൈൽ ഫോളോ ചെയ്യുന്ന സഞ്ചാര പാത ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ പാതയുടെ മാക്സിമം ഹൈറ്റ് ഏകദേശം 150 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ മിസൈലിനെ അതിന്റെ മാക്സിമം ഹൈറ്റ് എത്തിക്കുന്നത് വരെ പോലും അതിന്റെ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കില്ല. ഈ പാതയുടെ ഏകദേശം ഇവിടെ വരെ, അതായത് ഭൂമിയിൽ നിന്നും 50-60 കിലോമീറ്റർ എത്തുന്നതുവരെയും ഈ മിസൈലിന്റെ റോക്കറ്റ് പ്രവർത്തിക്കും. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ മിസൈലിന് ഒരു തരത്തിലുള്ള പ്രൊപ്പൽഷനും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ പോയിന്റ് എത്തുന്നതിനുള്ളിൽ തന്നെ മിസൈലിന്റെ സ്പീഡ് 2-3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാകും. അതായത് ഏകദേശം 10,000 കിലോമീറ്റർ പെർ അവർ. ഇവിടുന്ന് അങ്ങോട്ടുള്ള സഞ്ചാരപാത മുഴുവനും ഈ മിസൈൽ തരണം ചെയ്യുന്നത് ഈ ഒരു സ്പീഡും അതുമൂലമുള്ള കൈനറ്റിക് എനർജിയും ഉപയോഗിച്ചാണ്. മിസൈലിന്റെ റോക്കറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേജിനെ ബൂസ്റ്റ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. വെറും 1-2 മിനിറ്റ് മാത്രമേ ഈ ബൂസ്റ്റ് ഫേസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ തന്നെ മിസൈലിന് അത്രയും വലിയൊരു സ്പീഡ് കൊടുക്കാൻ അതിന്റെ റോക്കറ്റ് എഞ്ചിനുകൾക്ക് സാധിക്കും. മിക്കവാറും ഈ സ്റ്റേജ് കഴിയുന്നതോടുകൂടി തന്നെ മിസൈലിന്റെ ഈ റോക്കറ്റ് ബൂസ്റ്റർ ഭാഗം ഉപേക്ഷിക്കും. മിസൈലിന്റെ അടുത്ത ഫേസിനെ കോസ്റ്റിംഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പ്രൊപ്പൽഷൻ ഒന്നും ഇല്ലാതെ നീങ്ങുന്ന സ്റ്റേജ്. 50 കിലോമീറ്റർ മുകളിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ എയർ റെസിസ്റ്റൻസ് താരതമ്യേന കുറവായിരിക്കും. ബൂസ്റ്റ് ഫേസിൽ വെച്ച് കിട്ടിയ സ്പീഡും കൈനറ്റിക് എനർജിയും വെച്ച് 150 കിലോമീറ്റർ ഉയരത്തിൽ വരെ ആ മിസൈൽ എത്തും. പക്ഷെ അപ്പോഴേക്കും അതിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ മിസൈൽ താഴേക്കുള്ള യാത്ര തുടങ്ങും. താഴേട്ട് വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം മിസൈലിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങും.
തിരിച്ച് 50 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ബൂസ്റ്റ് ഫേസിന്റെ അവസാനത്തിലുണ്ടായിരുന്ന സ്പീഡിന്റെ ഏകദേശം അടുത്ത് കണ്ട ആ ഒരു സ്പീഡ് തന്നെ മിസൈലിനുണ്ടാകും. മിസൈൽ തുടർന്ന് താഴോട്ട് സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് വീണ്ടും കൂടും. 50 കിലോമീറ്ററിൽ താഴെ പോകുമ്പോൾ അവിടെ അന്തരീക്ഷത്തിന്റെ എയർ ഫ്രിക്ഷൻ താരതമ്യേന കൂടുതലാണ്. സ്വാഭാവികമായും മിസൈൽ ചൂടുപിടിക്കാൻ തുടങ്ങും. ഇവിടെ മുതലാണ് മിസൈലിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റേജ് ആരംഭിക്കുന്നത്, റീ എൻട്രി ഫേസ്. ഇങ്ങനെയാണ് ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേര്. ഈ സ്റ്റേജിൽ മിസൈലിന് ഒരു രീതിയിലുള്ള പ്രൊപ്പൽഷനും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ സമയത്ത് മിസൈലിന്റെ ഡയറക്ഷൻ നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ആദ്യത്തെ ബൂസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ തന്നെ ഒരു തരത്തിലുള്ള പ്രൊപ്പൽഷനും ഈ മിസൈലിനുണ്ടാകില്ല. പിന്നെ അങ്ങോട്ട് ഒരു പ്രൊജക്റ്റിൽ സഞ്ചരിക്കുന്നത് പോലെ തന്നെയാണ് ഈ മിസൈലും സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് വിളിക്കുന്നു. ഇതാണ് ബാലിസ്റ്റിക് മിസൈൽസിന്റെ വളരെ ലളിതമായ ഒരു വർക്കിംഗ് പ്രോസസ്. ഇനി തിരികെ ഇറാന്റെ ആയുധപ്പുരയിലേക്ക് വരാം. ഇറാന്റെ പക്കൽ ഏകദേശം ഒരു 3000 മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉള്ളതായി പറയുന്നു. ഇവ പുറം ലോകത്തിന് അറിയാവുന്ന ഒരു വിവരം മാത്രം. 2500 മുതൽ 3000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽസ് ഇറാന്റെ പക്കലുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു നേട്ടവും കോട്ടവും നോക്കിയാൽ ഇതിന്റെ നേട്ടം പ്രീ പ്ലാൻഡ് ടാർഗറ്റ് ഡേറ്റ ഇതിൽ മുൻകൂട്ടി ഫീഡ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഇത് നേരിട്ട് ഗ്ലൈഡ് ഫേസിലേക്ക് പോവുകയും പിന്നെ ടാർഗറ്റ് റിലീസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സിനും ഇൻഫ്രാറെഡ് ഇമേജിനും യാതൊരു വ്യത്യാസവും മനസ്സിലാകില്ല. ഇത് ലോഞ്ച് ആകുമ്പോൾ 3 കാര്യം മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഒന്നാമത്തേത് പറക്കുന്ന ആ ഒരു ഹൈറ്റ്, രണ്ടാമത്തേത് പറക്കുന്ന വേഗത, മൂന്നാമത്തേത് പറക്കുന്ന ദിശ. ആദ്യത്തെ 2 കാര്യവും സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഇനി വേഗതയെ സംബന്ധിച്ച് അതിലുള്ള ആക്സിലറോമീറ്ററിൽ എത്ര മീറ്റർ വേഗത്തിൽ പോകുന്നു എന്നുള്ളത് കാണിക്കും. ഈ മിസൈലിന്റെ ഇൻപുട്ട് എന്നത് സാറ്റലൈറ്റ് വഴി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴെങ്ങനെയാണ് ഇതിന്റെ പാത്ത് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഗൈഡോസ്കോപ്പ് വരുന്നത്. PUBG കളിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഗൈഡോസ്കോപ്പിനെ കുറിച്ച് അറിയാം. അത് എങ്ങനെയാണ് ദിശ തീരുമാനിക്കുന്നതെന്നും അറിയാൻ സാധിക്കും. സത്യത്തിൽ ഭൂമിയുടെ ദിശയെ ഈ ഗൈഡോസ്കോപ്പ് ഉപയോഗിച്ചാണ് മിസൈൽ കണ്ടുപിടിക്കുന്നത്. ഈ ദിശയിൽ ഇത്ര വേഗത്തിൽ പോകുന്നുണ്ട്, ഇതിനുശേഷം വാർഹെഡ് പിരിയുമെന്നുള്ളത് ആ ഡയറക്ഷൻ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോ ഇറാന്റെ പക്കൽ 3000 മിസൈൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവയിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന കാറ്റഗറിയിലുള്ളത് ഒരു 4-5 എണ്ണം മാത്രമാണ്. അവിടെ ഫട്ട ആയാലും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയി കണ്ടുപിടിച്ച ഷെഡാബ് 3 ആയാലും ഇവ 2 മാത്രമാണ് ഇറാന്റെ ആയുധപുരയിൽ ഉള്ളതിൽ വെച്ച് വളരെ ഡെഡ്ലി ആയ ബാലിസ്റ്റിക് മിസൈൽ. ഇതുകൂടാതെ ഫഡീർ, അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ്, ഇങ്ങനെ പല ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. ഏകദേശം ഒരു 13 കാറ്റഗറിയിൽ ഇവരുടെ പക്കൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. ടോപ്പ് 3-യിലുള്ളത് ഫട്ട, അതിനുശേഷം ഷഡ 1, 2, 3, അത് കഴിഞ്ഞ് ഈ ഫഡിയ കാറ്റഗറിയിലുള്ളത്, അതിനുശേഷം ഈ ഫഡീർ കാറ്റഗറിയിലുള്ളത്. ഇപ്പോ അടുത്തിടെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ പോലും ഈ ഒരു മിസൈൽസ് ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ഈ മിസൈൽ യൂസേജ് പറയുകയാണെങ്കിൽ 2019 ആദ്യമായി അരാംകോ ഓയിൽ ഫെസിലിറ്റി, സൗദി അറേബ്യയിലുള്ള ഈ ഒരു ഓയിൽ ഫെസിലിറ്റിയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നു. ഇത് ഇറാന്റെ പ്രോക്സി അയച്ചതായി പലരും പറയും. ഇത് ഇറാന്റെ പ്രോക്സിയായ യമൻ അയച്ചതായി പലരും പറയുന്നു. എന്നാൽ അതിനുശേഷം ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു കാര്യം കണ്ടുപിടിച്ചു. 2 മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ഒരു മിസൈലിന് ആ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോ ഇൻഡയറക്റ്റായി ഇറാനാണ് അവിടെ ആക്രമിച്ചത്. ഇറാന്റെ മിസൈൽ പവർ കാണിക്കണം എന്നതിനു വേണ്ടി ഹൂതീസിനെ പ്രോക്സിയെ ഉപയോഗിച്ച് സൗദി അറേബ്യ ആക്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം നടന്നത് സുലൈമാനി 2020 കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാഖിലുള്ള 2 അമേരിക്കൻ ബേസസിനെ ഇറാൻ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു. നിങ്ങൾ ഇന്നും പല വാർത്തകൾ അല്ലെങ്കിൽ ഏത് ന്യൂസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും അവിടെ എന്ത് സംഭവിച്ചു, എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്ക് സംഭവിച്ചു, ഇതൊന്നും യാതൊരു വാർത്തയിലും കാണാൻ കഴിയില്ല. അവസാന അപ്ഡേറ്റ് നോക്കിയാൽ 100 കണക്കിന് സൈനികർക്ക് സാരമായി പരിക്ക് സംഭവിച്ചു, ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. അമേരിക്കയിലേക്ക് തന്നെ തിരികെ അയച്ചുവെന്ന് മാത്രമേ അവസാനം വന്ന അപ്ഡേറ്റ് ഉള്ളൂ. ആ സമയത്ത് ട്രംപിന്റെ ഭരണകാലത്ത് ഈ 2 രാജ്യങ്ങളും ഏകദേശം ഒരു യുദ്ധത്തിനടുത്ത് നിൽക്കുകയായിരുന്നു. 3-ാമത്തെയും 4-ാമത്തെയും സംഭവം അടുത്തിടെ നടന്നതാണ്. ഏപ്രിലിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം. വീണ്ടും അതേ ഇസ്രായേലിൽ മറ്റൊരു ആക്രമണം. 4 തവണ ഇറാന്റെ മിസൈൽ പവർ കാണിച്ചു കൊടുത്തു. എന്നാൽ ഇതിൽ മറ്റൊരു ലൂപ്പ് ഹോൾ എന്താണെന്ന് അറിയണ്ടേ? ഉള്ളതിൽ വെച്ച് വളരെ ഈസിയായ ഒരു ഡിഫൻസീവ് മെത്തേഡ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മിസൈലിനെ നശിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ മാത്രമാണ്. അപ്പോ
ബാലിസ്റ്റിക് മിസൈൽ അത്ര വലിയ ഭീഷണി അല്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും ഞാൻ വിശദമായി പറയാം. ഇതിനെ വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചായി അതിന്റെ ടാർഗറ്റിൽ ചെന്ന് അത് ആക്രമിക്കും. ഇപ്പോ ഇറാനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചായി ഇസ്രായേൽ ചെന്ന് അത് പതിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു എയർ സ്പേസ് വെറും 3000 കിലോമീറ്റർ മാക്സിമം ഉണ്ടാകും. അപ്പോ ഇറാന്റെ ഇറാഖ് ബോർഡറിൽ നിന്നും ഒരു മിസൈൽ ലോഞ്ച് ചെയ്താൽ അത് ഇസ്രായേലിൽ വരാൻ മാക്സിമം 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ 20 മിനിറ്റിൽ ആദ്യത്തെ 2 മിനിറ്റിൽ തന്നെ അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഇസ്രായേലിലെ സൗഹൃദ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ്സ് ഈ ഒരു മിസൈലിനെ കണ്ടെത്തും. പിന്നെ ജോർദാൻ, ഇറാഖ് ഇങ്ങനെയുള്ള അമേരിക്കയുടെ ഒരുപാട് റേഡേഴ്സിൽ ഈ മിസൈൽ അകപ്പെടും. അതിന്റെ ബൂസ്റ്റ് ഫേസിൽ ഉള്ളപ്പോൾ തന്നെ കണ്ടെത്തും. ആ ഒരു ഫേസിൽ മാത്രമേ ഈ മിസൈൽസിനെ ടാർഗറ്റ് ചെയ്ത് ഈ ഡേറ്റ ഇസ്രായേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. അടുത്തത് ഈ ഗ്ലൈഡ് ഫേസിലേക്ക്, മിഡ് ഫേസിൽ നിന്നും താഴേക്ക് വന്നാൽ, ഈ ടെർമിനൽ ഫേസിലേക്ക് വന്നാൽ ഇതിന്റെ പാത്തിനെ മാറ്റാനേ സാധിക്കില്ല. നേരിട്ട് ഇത് ആകാശത്തിൽ നിന്നും താഴേക്ക് വരും. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അല്ലെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും ഒരു വലിയ പാറക്കല്ലെടുത്ത് താഴെ എറിഞ്ഞാൽ അതെങ്ങനെയാണോ കാറ്റിന്റെ ദിശയിൽ താഴെ വരിക, അതുപോലെ ഒരു ഫ്രീ ഫാളിംഗ് ഓബ്ജക്റ്റായി താഴേക്ക് വന്ന് വീഴും. ഇപ്പൊ തുടക്കം മുതലേ അതിന്റെ കോർഡിനേറ്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ. അത് മിഡ് ഫേസിൽ നിന്നും ടെർമിനൽ ഫേസിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇതിന് ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് എടുക്കും. ഈ 6 മിനിറ്റിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് 90 സെക്കൻഡിൽ തന്നെ ഈ മിസൈൽ എവിടെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ളത് ഇൻപുട്ടായി നൽകും. അടുത്ത 40 മുതൽ 50 സെക്കൻഡ് വരെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലെ ഇൻപുട്ട് വാങ്ങിയതിനു ശേഷം ഇസ്രായേലിന്റെ പ്രതിരോധ ലെയറുകൾ ആരോ 2, ആരോ 3, ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം ഇങ്ങനെയുള്ള പല മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾ അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങും. അടുത്ത 40 സെക്കൻഡിനുള്ളിൽ, അതായത് ഈ ഇൻപുട്ട് ലഭിച്ച അടുത്ത 40 സെക്കൻഡിനുള്ളിൽ ഇന്റർസെപ്റ്റർ മിസൈൽസ് അതിനെ നോക്കി ലോഞ്ച് ചെയ്യും. ഇങ്ങനെ അയച്ച ആ മിസൈൽസ് അടുത്ത 60-70 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ മിസൈൽ ആ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ നുഴയുന്നതിന് മുൻപ് അല്ലെങ്കിൽ നുഴഞ്ഞ അടുത്ത ചില സെക്കൻഡിൽ തന്നെ നശിപ്പിക്കും. അപ്പോ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരം, അത് വരാനെടുക്കുന്ന രീതി, സമയം, ഇതെല്ലാം കാരണം അതൊരു ഈസി ടാർഗറ്റായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസിനെ നശിപ്പിക്കുക എളുപ്പമാണ്. പിന്നെ എന്തുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു വലിയ തന്ത്രമുള്ളത്. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് ഗുണനിലവാരം എന്നത് എണ്ണത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി, അതായത് എണ്ണമെന്നത്, അളവെന്നത് ഗുണനിലവാരത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അമേരിക്കയുടെ പാട്രിയോട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ, റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശരിയായ വെല്ലുവിളി അത് എയ്റോ 2, എയ്റോ 3, ഡേവിഡ് സ്ലിംഗ് ഒക്കെയാണ്. ഇങ്ങനെയുള്ള അതിനവീന സംവിധാനങ്ങളെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ എണ്ണം മിസൈൽസ് അയക്കണം. ഇവയെ കൊണ്ടെല്ലാം ഒരു മിനിറ്റിൽ എത്ര മിസൈൽസിനെ തടയാൻ സാധിക്കും? ഒരു 50-60 മിസൈൽസ് അയക്കുകയാണെങ്കിൽ ഇപ്പൊ ആരോ 2, ആരോ 3 അല്ലെങ്കിൽ S-400 അല്ലെങ്കിൽ പാട്രിയോട്ട് തന്നെ എടുക്കാം. ഇവയെല്ലാം ഒരേ സമയം ഫംഗ്ഷൻ ആയാൽ പോലും 50-60 മിസൈൽസ് വന്നാൽ അതിൽ ഒരു 20-30 മിസൈൽസിനെ മാത്രമേ മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കൂ. കൂടാതെ അകത്തേക്ക് ഫയർ ചെയ്യുന്ന ഇന്റർസെപ്റ്റർ മിസൈൽസിനെ ഒരു തവണ മാത്രമേ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. ഒരു ട്രാൻസ്പോർട്ടർ ലോഞ്ചറിൽ നിന്നും ഒരു തവണ മാത്രമേ ലോഞ്ച് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ലോഞ്ച് ചെയ്തിട്ട് വീണ്ടും റീലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു 1.5 മണിക്കൂർ ആകും. അതിനുള്ളിൽ അടുത്ത വേവ് ഓഫ് ആക്രമണം നടക്കും. അപ്പോ ആ സ്ഥലം മുഴുവനും നശിക്കും. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഇപ്പോ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ആ സമയത്ത് അമേരിക്കയുടെ ബേസിനെയും ആക്രമിച്ചു. അപ്പോ ഇറാന്റെ മിസൈൽസ് എന്നത് സാങ്കേതിക വിദ്യ വളരെ കുറവാണ്. റഷ്യയുടെ ടെക്നോളജിയിൽ 1979 ശേഷം അവർ നിർമ്മിച്ചത്. അതിലും IRGCയുടെ നിയന്ത്രണത്തിലാണ് ഇവരുടെ 80% മിസൈൽസും ഉള്ളത്. അതവർ ഫയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷനും ആവശ്യമില്ല. സുപ്രീം ലീഡറുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രം മതി. അദ്ദേഹം എവിടെയാണോ മിസൈൽ അയക്കാൻ പറയുന്നത് അതവിടെ അയക്കാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ പക്കലുള്ള സാങ്കേതിക വിദ്യ കുറഞ്ഞ മിസൈൽസിനെ കൂടുതലെണ്ണം അയക്കുമ്പോൾ ഒരു വലിയ നാശം അവരെ കൊണ്ട് ഇസ്രായേലിന് നൽകാൻ സാധിക്കും, അമേരിക്കയിലും നൽകാൻ സാധിക്കും. അപ്പോ ഇവിടെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ടെക്നോളജി കുറവായ ഒരു സാങ്കേതിക വിദ്യയായിരുന്നാലും അവരുടെ പക്കലുള്ള ക്രൂയിസ് മിസൈൽസ് അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള ഡ്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. മിഡിൽ ഈസ്റ്റിൽ ഏത് രാജ്യം വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ആ രാജ്യത്തിൽ ആരുടെ പക്കലും 1 വേ സൂസൈഡ് ഡ്രോൺസിൽ
ഇറാന്റെ പക്കൽ ഉള്ളതുപോലെ ഒന്നും തന്നെ ഇല്ല. പുറം ലോകത്തിനറിയാതെ പല ലക്ഷക്കണക്കിന് ഡ്രോൺസ് നിർമ്മിച്ചു വച്ചിട്ടുള്ളതായി റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇതിൽ ഇറാനുള്ള ഒരു വലിയ നേട്ടം അവരുടെ പക്കലുള്ള ഈ എണ്ണം മാത്രമാണ്. നിലവാരം ഇല്ല എന്നുള്ളത് അവർ ഈ എണ്ണം വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി ഇറാന്റെ മിസൈൽസിന് കൃത്യത കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് സൗദി അറേബ്യയിലെ ഓയിൽ ഫെസിലിറ്റി ആക്രമിച്ചിരുന്നിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ 2 എയർബേസിനെ അവർക്ക് ആക്രമിക്കാൻ കഴിയില്ലായിരുന്നു. ഇവരുടെ ഈ ഫട്ടായ്ക്കും ഷഡാബ് 3ക്കും വെറും 100 മീറ്ററിനുള്ളിൽ മാത്രമേ ഈ സർക്കുലർ എറർ പ്രോബബിലിറ്റി ഉള്ളൂ. അതായത് ഇവർ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനത്ത് നിന്നും ഇത്ര മീറ്റർ അകലെയായിരിക്കും ഈ ഒരു മിസൈൽ ചെന്ന് വീഴുക. ഈ മിസൈൽസിനെ ഉപയോഗിച്ചാണ് ഇസ്രായേലിന്റെ എയർബേസിനെ ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രത്തോളം ഇറാന്റെ പക്കൽ പവർ ഉണ്ട്. എന്നാൽ ഇവയെല്ലാം ഒരേയൊരു ട്രംപ് കാർഡ് വഴി ഇസ്രായേലിനെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ആണവായുധം. ഇപ്പോ ആണവായുധം ഇസ്രായേലിന്റെ പക്കൽ ഉള്ളതുകൊണ്ട് ഇറാന്റെ പക്കൽ എത്ര തന്നെ മിലിറ്ററി പവർ ഉണ്ടെങ്കിലും അത് ഒരു പോയിന്റിൽ കൂടുതൽ യൂസ്ലെസ് ആണ്. നിങ്ങൾ ഇസ്രായേലിനെതിരെ ഇറാന്റെ അത്രയും ബാലിസ്റ്റിക് മിസൈൽസ് അല്ലെങ്കിൽ അത്രയും ക്രൂയിസ് മിസൈൽസ് ഉപയോഗിച്ച് ഇസ്രായേലിന്റെ എല്ലാ ബേസസിനെ ആക്രമിച്ചാലും ഒരേയൊരു ആണവായുധം ഇസ്രായേൽ ലോഞ്ച് ചെയ്താൽ ഇറാനെ കൊണ്ട് അതിനെതിർത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറാന്റെ പക്കൽ S-300 ആണ് അവസാനമായുള്ള ഒരു കട്ടിംഗ് എഡ്ജ് എയർ ഡിഫൻസ് സിസ്റ്റം. S-400 വന്നാൽ ഒരു പക്ഷേ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്താം. അപ്പോ ഇറാൻ എന്നാണോ ആണവായുധം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഇറാന്റെ പക്കൽ എന്നാണോ ആണവായുധം വരുന്നത് അന്ന് മാത്രമേ ശരിയായ ഒരു പോരാട്ടം മധ്യകിഴക്കിൽ ഉണ്ടാവുകയുള്ളൂ. അതുവരെയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് കണ്ട് ഈ 2 വിഭാഗത്തിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു ഭയം തീർച്ചയായും ഉണ്ടാകും. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നത് ഇറാൻ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട്. അതിലവർക്ക് ഒരുപാട് വിജയം ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.